സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഗുണ്ടാത്തലവൻ ഓം പ്രകാശിന്റെ മുറിയിലെത്തിയത് ലഹരി പാർട്ടിക്ക് എന്ന വിവരം. ഓം പ്രകാശിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ചേർന്നാണ് കൊച്ചിയിൽ ആഡംബര ഹോട്ടൽ മുറിയിൽ പാർട്ടി ഒരുക്കിയത്. പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ഭാസിയെയും ഉടൻ ചോദ്യം ചെയ്യും. ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ എത്ര കണ്ട് സാധ്യതയുണ്ട്? കൂടുതൽ താരങ്ങൾ ഈ പാർട്ടിയിൽ ഉൾപ്പെട്ടിരുന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ടോ ശരൺ? ടിഫുദ്ദീൻ, കൂടുതൽ ആളുകൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവരല്ല എന്നുള്ളതാണ്. ബാക്കി ആളുകൾ അത്തരത്തിൽ ബന്ധപ്പെട്ടവരല്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് പ്രധാനമായും ഈ രണ്ട് താരങ്ങളുടെയും പേരുകൾ ഉണ്ടായിരുന്നത്. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശ് താമസിച്ചിരുന്ന മുറിയിലേക്ക് എത്തിയിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം അത് റിമാൻഡ് റിപ്പോർട്ടിലാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു വിവരം പുറത്തു വന്നതിന് പിന്നാലെ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയർന്നിരുന്നത്. ഒന്ന്, ഇവരെ ആരാണ് ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചിരുന്നതെന്നുള്ളതാണ്. അതിന് ഇന്നലെ തന്നെ ഉത്തരമായിരുന്നതാണ്. എളമക്കര സ്വദേശിയായ ബിനു ജോസഫിനെയാണ് ബിനു ജോസഫാണ് രണ്ട് താരങ്ങളെയും ഹോട്ടൽ മുറിയിലേക്ക് എത്തിച്ചതെന്നുള്ളത് പോലീസ് കണ്ടെത്തുകയും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെ എന്തിനു വേണ്ടിയാണ് രണ്ട് താരങ്ങളും ഈ ഹോട്ടൽ മുറിയിലേക്ക് എത്തിയെന്നുള്ള ചോദ്യം ഓം പ്രകാശിന്റെ സുഹൃത്തുക്കളാണ് ഈ ഹോട്ടൽ മുറിയിൽ തന്നെ ഈ ലഹരി പാർട്ടി സംഘടിപ്പിച്ചിരുന്നത്. അതിൽ പങ്കെടുക്കാനായിട്ടാണ് രണ്ട് താരങ്ങളും എത്തിയെന്നുള്ള വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഈ താരങ്ങൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ വിശദമായ പരിശോധനകൾ തുടർന്ന് വരികയാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മയക്കുമരുന്ന് മാഫിയയുമായിട്ട് റിലേറ്റ് ചെയ്ത് പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആശങ്കപ്പെടുന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോപ്പുലേഷന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. അതുകൊണ്ട് തന്നെ യൂത്ത് പോപ്പുലേഷന്റെ എണ്ണവും നമ്മുടെ രാജ്യത്ത് വളരെ കൂടുതലാണ്. ആ യൂത്ത് പോപ്പുലേഷനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് വരെയാണ് നമ്മുടെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് ഇറക്കുമതി നടത്തുന്നത്. ഇപ്പൊ നിരവധി മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളാണ് നമ്മുടെ രാജ്യം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ സ്റ്റേറ്റ് കേരളം നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 1 ആണ് എന്ന് പറയേണ്ടി വരും. ഇപ്പൊ മയക്കുമരുന്ന് മാഫിയകളുടെ ഒരു ഹബ്ബായിട്ടാണ് കേരളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കൊച്ചി, എറണാകുളം ജില്ല, തിരുവനന്തപുരം ജില്ല, ബാക്കി ജില്ലകളിലേക്ക് എത്രത്തോളം അത് പടർന്ന് പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും കൊച്ചി പോലെയുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. പണ്ട് 18 വയസ്സ് പൂർത്തിയാക്കിയ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇങ്ങനെയുള്ള മാഫിയകൾ പ്രവർത്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്കൂൾ കുട്ടികളെ വരെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഇതുപോലെയുള്ള സ്കൂളുകളുടെ ചുറ്റിനും നിരവധിയായിട്ടുള്ള ബേക്കറികളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ മയക്കുമരുന്ന് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികളെയൊക്കെ തന്നെ ചെറിയ ചെറിയ പോക്കറ്റ് മണി നൽകാം എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് വലിച്ചിടുകയും സ്കൂൾ കുട്ടികൾ മുഖേന ഈ രീതിയിലുള്ള ബിസിനസ് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞു പിള്ളേരിൽ വരെയാണ് ഇപ്പൊ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം. അത് നല്ല രീതിയിൽ പേടിപ്പെടുത്തുന്നതല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇതിങ്ങനെ കൂളായിട്ട് ഇവർ ഇറങ്ങി നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ഭരണകൂടം തന്നെയാണ്. ഇപ്പൊ തന്നെ റീസെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്ത, അതിനകത്ത് 2 യുവതാരങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, സിനിമാ താരങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ആ 2 പേര് മാത്രമാകണമെന്നില്ല, നിരവധി യുവതാരങ്ങൾ ഇതുപോലെയുള്ള മയക്കുമരുന്ന് സംഘടനകളുടെ ഒക്കെ കണ്ണികളായിട്ടുണ്ടാകും. കാരണം ഇതുപോലെയുള്ള സിനിമാ താരങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് പിടിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. സിനിമാ താരങ്ങളായതുകൊണ്ട് തന്നെ ആരും അധികം സംശയിക്കില്ല. അപ്പൊ ഈ സിനിമാ താരങ്ങൾ മുഖേനയായിരിക്കും പല രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അവരായിരിക്കും ഇതിന്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. അവരായതുകൊണ്ട് പോലീസും കണ്ണടയ്ക്കും, പോലീസുകാരും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല. അത് മാത്രമല്ല, ഇപ്പൊ സിനിമാ താരങ്ങളുടെ പേരുകൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇതിന്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന വമ്പൻ സ്രാവുകളുടെ ഒന്നും തന്നെ പേര് പുറത്തു വരില്ല. ആ വമ്പൻ സ്രാവുകളുടെ കൂട്ടത്തിൽ വലിയ വലിയ നേതാക്കന്മാരുണ്ടാകാം, നേതാക്കന്മാരുടെ മക്കളുണ്ടാകാം, ബിസിനസ്സുകാരുണ്ടാകാം. ഇത്തരത്തിലുള്ള വലിയ ബിസിനസ്സുകാർക്കൊക്കെ തന്നെ ഇങ്ങനെയുള്ള മാഫിയ സംഘങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള കണക്ഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നേതാക്കന്മാര്, നമ്മുടെ പൊളിറ്റീഷ്യൻസ്, ഭരണം കൈകാര്യം ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ്, അവർക്കും ഇങ്ങനെയുള്ള മാഫിയ സംഘങ്ങളുമായിട്ടാണ് ക്ലോസ് കോണ്ടാക്ട്. നമ്മളെ സംരക്ഷിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ അവർ സംരക്ഷിക്കുന്നത് ഇതുപോലെയുള്ള മാഫിയകളെയാണ്. അവർക്ക് വളരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയധികം എക്സൈസുകാർ പരിശോധന നടത്തിയിട്ടും പോലീസുകാർ രാവും പകലും ഇല്ലാതെ പരിശോധന നടത്തിയിട്ടും ഈ മയക്കുമരുന്ന് സംഘങ്ങളൊക്കെ തന്നെ എസ്കേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അങ്ങൂന്നും ഇങ്ങൂന്നുമായിട്ടൊക്കെ കുറച്ചൊക്കെ മയക്കുമരുന്ന് പിടിച്ചെടുക്കും. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ആ മയക്കുമരുന്ന് മാഫിയയുടെ സംഘത്തലവൻ, ആ ഗുണ്ടാ നേതാവ്, അയാളെ അറസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ ജാമ്യത്തിൽ പറഞ്ഞു വിട്ടു. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മാഫിയ തലവന്മാരെയും ഗുണ്ടാ തലവന്മാരെയും ഒക്കെ തന്നെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അറസ്റ്റ് ചെയ്യും. എന്നിട്ട് ജാമ്യത്തിൽ അവരെ കൂളായിട്ട് ഇറക്കി വിടും. പിന്നെയും അവന്മാരൊക്കെ തന്നെ ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. നിരവധി ക്രിമിനൽ കേസിലൊക്കെ തന്നെ പ്രതികളായിരിക്കും. പക്ഷേ അവരെ ഒന്നും ജയിലിൽ പിടിച്ചിടാതെ കൂളായിട്ട്
സാധാരണ ഒരു പൗരൻ എങ്ങനെയാണോ ഈ നാട്ടിൽ ജീവിക്കുന്നത് അതുപോലെ തുറന്നങ്ങ് വിട്ടേക്കാണ്. ഈ നാട്ടിലെ ക്രമസമാധാന നില തകർക്കാൻ വേണ്ടിയിട്ടും ഈ നാട്ടിൽ സമാധാനം ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കാരണമാകുന്നത് നമ്മുടെ നേതാക്കന്മാർ തന്നെയാണ്. കാരണം ഇഷ്ടം പോലെ പൈസ എത്തിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള മാഫിയ തലവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കീശ് നിറയ്ക്കാൻ ഇഷ്ടം പോലെ പൈസ എത്തിച്ചു കൊടുക്കും. ആ പൈസ എന്നുള്ള കാര്യം മാത്രം ലക്ഷ്യമിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മലയാള സിനിമയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമ മുഴുവനായിട്ടും ഇപ്പൊ മാഫിയകളുടെ കയ്യിലാണ്. കള്ളപ്പണം ഇടപാട്, മയക്കുമരുന്ന് ഇടപാട്, ആൽക്കഹോള്, പെൺവാണിഭം, അങ്ങനെ മുഴുവനായിട്ട് മാഫിയകൾ കയ്യേറിയേക്കാണ്. സിനിമ പോലെയുള്ളൊരു വലിയ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും. അതുകൂടാതെ തന്നെ ഇത്തരത്തില് മാഫിയ സംഘങ്ങൾ, മയക്കുമരുന്ന് മാഫിയയും കള്ളപ്പണ മാഫിയയും ഒക്കെ തന്നെയാണ് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടം പോലെ ബ്ലാക്ക് മണി ആ രീതിയിൽ വൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ എന്തോരം സിനിമയാണ് ഓരോ വർഷവും ഇറങ്ങുന്നത്. ആ സിനിമകളിലൊക്കെ എത്ര സിനിമകളിൽ ഈ രീതിയിൽ കള്ളപ്പണം മുടക്കിയിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ഇതുപോലെയുള്ള യുവതാരങ്ങളൊക്കെ തന്നെ മയക്കുമരുന്ന് സംഘടനയുടെയും ഇതുപോലെയുള്ള മാഫിയകളുടെയും ഒക്കെ തന്നെ പാട്ടായിട്ടുള്ളത്. ഇതിന്റെയൊക്കെ റൂട്ട് അന്വേഷിച്ച് പിടിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ വമ്പൻ സ്രാവുകളെയൊക്കെ തന്നെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ റൂട്ട് അന്വേഷിച്ച് ഒരിക്കലും പോവില്ല. കാരണം റൂട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ നാട്ടിലെ നേതാക്കന്മാർക്ക് നിലനിൽപ്പുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ റൂട്ടിലേക്ക് കാര്യങ്ങൾ എത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ആൾക്കാരെയൊക്കെ വെട്ടിമാറ്റും. കുറച്ച് നാളൊന്ന് വാർത്തകൾ കൊടുക്കും. ഇപ്പം പ്രയാഗ മാർട്ടിന്റെയും ശ്രീനാഥ് ബാസിയുടെയും പുറകെയാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ. ബാക്കി കാര്യത്തെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് മീഡിയാസും ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പേരും പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തുകയാണ്. ഇപ്പൊ കൊച്ചിയിലെ ഒരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ഇത് നടന്നത്. ആ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പേര് പോലും പുറത്തു വരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഇങ്ങനെയുള്ള ഏരിയാസിലും ഒക്കെ തന്നെ സ്ഥിരം നടക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റില്ല. നമുക്ക് കൂടുതലായിട്ട് അന്വേഷിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പക്ഷെ ഈ നാട്ടിലെ മീഡിയാസിനും പോലീസുകാർക്കും ഒക്കെ തന്നെ കൂടുതലായിട്ട് അന്വേഷിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റും. ഇവരുടെയൊക്കെ റൂട്ട് വരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ആരും തന്നെ തയ്യാറാകത്തില്ല. ഭാവിയിൽ ഒരു 10 വർഷം കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും ഈ നാട്ടിലെ യുവജനങ്ങൾ മുഴുവനായിട്ട് മയക്കുമരുന്നിനും ബാക്കിയുള്ള ലഹരിക്കും ഒക്കെ അടിമകളായിട്ട് വെറും ഭൂതത്തെ പോലെ നടക്കേണ്ടി വരും. മനുഷ്യന്മാരല്ല, ഭൂതമായിട്ട് നടക്കേണ്ടി വരും. ബ്രെയിനൊക്കെ അടിച്ചു പോയിട്ട് തലച്ചോറൊന്നും പ്രവർത്തിക്കാത്ത ഭൂതങ്ങളായിട്ട് നടക്കേണ്ടി വരുന്നത് നമ്മൾ കാണേണ്ടി വരും. നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്ന് വലുതായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത്, വേറെ ആരുമല്ല. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നമ്മളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പോടുകൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച നേതാക്കന്മാരായിട്ടുള്ള നേതാക്കന്മാരും നമ്മളെ സംരക്ഷിക്കുമെന്ന് വിചാരിക്കുന്ന പോലീസുകാരും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്.